حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعوهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعوهم والحمد لله رب العالمين. آمين يا رب العالمين. تقبل الله. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. ഈ ദിവസത്തിലെ അനുഗ്രഹീതമായ ഈ മുഹറമിന്റെ താസുഅഇന്റെ ദിവസത്തിലെ നോമ്പിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു ഇതുമൂലം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിപാവനമായ മുഹറമിന്റെ മാസത്തിൽ നൽകപ്പെട്ട മുഴുവൻ ഫضലുകളും കരഗതമാക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശേഷയായി ചാരിറ്റി വില്ലേജിലെ സാധുക്കളായ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്ലിസിൽ വിവിധങ്ങളായ നിയ്യത്തുകളുമായി ദുആ വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടവരുടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളെ അല്ലാഹു സഫലമാക്കട്ടെ. എല്ലാ ഖൈറുകളെയും ബറക്കത്തുകളെയും അല്ലാഹു നൽകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധവും പരിപാവനവുമായ റഹ്മാനായ റബ്ബിന്റെ ഭവനത്തിന് വേണ്ടി അടുത്ത ആഴ്ച ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണത്തിന് വേണ്ടി വിവിധ രൂപത്തിൽ ഉൽപ്പന്നങ്ങളായി സാമഗ്രികളായി നിർമ്മാണ ആവശ്യത്തിനുള്ള സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച മുഴുവൻ സഹായികളുടെയും നിയ്യാത്തുകളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവർക്ക് നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചാരിറ്റി വില്ലേജിലെ മക്കൾക്ക് വേണ്ടി വിവിധ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളും മാസവരിയും മറ്റ് സാധന സാമഗ്രികളും ഒക്കെ തരുന്ന എല്ലാവരുടെയും നിയ്യത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു അവർക്ക് നമുക്കും ഒക്കെ നൽകുമാറാകട്ടെ. വിശേഷിയായി ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്ത് വന്നിട്ടുള്ള മുഴുവൻ വ്യക്തിത്വങ്ങൾ, അവരുടെ നിയ്യാത്തുകൾ, അവരുടെ മനസ്സിന്റെ മുറാദുകൾ അല്ലാഹു സഫലമാക്കട്ടെ. കല്ലറ അൻവർ എന്ന സഹോദരന്റെ ഭാര്യയുടെ പിതാവ് അബ്ദുൽ ഹക്കീം സാഹിബിന്റെ ഒരാണ്ടുകൂടെ തികയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു. ആ കല്ലറ അൻവർ എന്ന സഹോദരന്റെ മാതാപിതാക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു ഖൈറാക്കുമാറാകട്ടെ. ഈ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. സ്വർഗാവകാശികൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകൾ അല്ലാഹു പെടുത്തട്ടെ. നാളെ പാരത്രിക ലോകത്ത് അനുഗ്രഹീതമായ പർദീസയിൽ അല്ലാഹു ആ പിതാവിനെയും ഈ കുടുംബത്തിനെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ അൻവറിന്റെ മാതാപിതാക്കൾ രണ്ടുപേർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ അദ്ദേഹത്തിന്റെ ഉപജീവന വഴികൾ കുടുംബ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലൊക്കെ എല്ലാവിധ ഖൈറുകളും അല്ലാഹു നൽകുമാറാകട്ടെ. വിശേഷമായി ഇന്ന് ദുആ വസിയ്യത്ത് ചെയ്ത് വന്ന ഈ കുടുംബത്തിലെ ഓരോ വ്യക്തിത്വങ്ങൾ ഇരിക്കുന്ന ഓരോ ആളുകളുടെ മനസ്സിന്റെ എല്ലാ നിയ്യത്തുകളെയും അല്ലാഹു സഫലമാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ കരുനാഗപ്പള്ളി അൻസർ എന്ന സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ കാലം മുതലുള്ള സഹകാരിയും ഇതിന്റെ ഭൂമി വാങ്ങുന്നതിൽ ഉൾപ്പെടെ ഓരോ വർഷവും പല രൂപത്തിലുള്ള അത്യാവശ്യങ്ങളിലൊക്കെ സഹായിക്കുന്ന ആ സഹോദരന്റെയും കുടുംബത്തിന്റെയും മനസ്സിന്റെ മുറാദുകളെ അല്ലാഹു സഫലമാക്കട്ടെ. ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഖൈറും ബറക്കത്തും ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും ജീവിതത്തിലുടനീളം അല്ലാഹു അവർക്ക് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ബാലരാമപുരം നിസാം എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. സലാമത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ആ സഹോദരന് നിയ്യത്ത് ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. തിരുവനന്തപുരം സബീർ എന്ന സഹോദരന്റെ മാതാവ് ഹംസ ബീവി അല്ലാഹു അവരെ നിഅമത്തിലാക്കട്ടെ, ഖൈറാക്കട്ടെ. അവരുടെ നിയ്യത്തിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവർക്ക് എല്ലാവിധ ഖൈറും അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗാവകാശികൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷകരമായ ബർസഖി ജീവിതത്തിന്റെ ഉടമകളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതുപോലെ കോഴിക്കോട് ഷഹീദ എന്ന സഹോദരിയുടെ മകൻ അലിയുടെ തലവേദന മാറാനും അസുഖങ്ങളൊക്കെ ഭേദമാകാനും റമീസ് എന്ന മകന്റെ ജോലി കാര്യങ്ങൾ ശരിയാകാനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. രോഗിയായി വിഷമം അനുഭവിക്കുന്ന ആ സഹോദരിയുടെ മകന്റെ അലിയുടെ തലവേദന അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. എന്ത് ബുദ്ധിമുട്ടാണോ, ഏത് അസ്വസ്ഥതയാണോ രോഗകാരണമായിട്ടുള്ളത് അതിനെ മാറ്റി ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷം അല്ലാഹു കൊടുക്കട്ടെ. ആരോഗ്യം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ആ സഹോദരന്റെ മകന്റെ ജോലി കാര്യങ്ങൾ എത്രയും വേഗം അല്ലാഹു ഏറ്റവും തൃപ്തികരമായ രൂപത്തിലാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ വെഞ്ഞാറമൂട് ഷാഫി എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ.
സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറും ബറക്കത്തും പടച്ചവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കുമ്മിൽ നജ്മ എന്ന സഹോദരിയുടെ ശരീരത്തിൽ അള്ളാഹു സുഖം കൊടുക്കട്ടെ. എത്രയും വേഗം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ടുള്ള നിയ്യത്ത് പടച്ചറപ്പ് കബൂൾ ചെയ്യട്ടെ. അതിന്റെ വഴികൾ പരിശ്രമങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും ആ സഹോദരി അള്ളാഹു രക്ഷപ്പെടുത്തി പരിപാവനമായ പരിശുദ്ധമായ ഭവനത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. തേമ്പാമൂട് നിസ്മി അനീസ് എന്ന സഹോദരിയുടെ മാതാവിനും മക്കൾക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നൽകട്ടെ. അവർ നിയ്യത്ത് ചെയ്ത വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനേക്ക് അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ അഅ്മാത്തുകളെയും അള്ളാഹു അവർക്ക് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. കരമന മാഹിർ എന്ന സഹോദരനും കുടുംബത്തിനും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു കൊടുക്കട്ടെ. ചാത്തമംഗലം ഷെഹിൻഷാ എന്ന സഹോദരിയുടെ ജോലി കാര്യങ്ങളിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ഐശ്വര്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ട്രാൻസ്ഫർ പടച്ചിറപ്പ് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. തമ്പാനൂർ യൂനുസ് എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കടയായ പപ്പ റെസ്റ്റോറന്റ് എന്ന സ്ഥാപനത്തിന് നല്ല ഉയർച്ച അള്ളാഹു കൊടുക്കുമാറാകട്ടെ. മറ്റെന്തെല്ലാം ഹലാലായ ആഗ്രഹങ്ങളും നിയാത്തുകളും ഇതുമായിട്ടുണ്ടോ അതിനൊക്കെ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ബാധ്യതകൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. വേങ്ങോട് സുനിന എന്ന സഹോദരിക്കും അവരുടെ കുടുംബത്തിനും എല്ലാവിധ ഖൈറും ബറക്കത്തും പടച്ചിറപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനവും ജീവിതത്തിന്റെ നിഖില മേഖലകളും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. കുമ്മിള് നസീർ റാവുത്തർ എന്ന സഹോദരന്റെ മരണപ്പെട്ടു പോയ മാതാവിന് വേണ്ടി കുടുംബത്തിന്റെ ഖൈറിനും ബറക്കത്തിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ മാതാവിന് അള്ളാഹു മർഹമത്ത് നൽകട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു മഗ്ഫിർ ലഹാ വറഹംഹ. പരലോക ജീവിതം ധന്യമായ മുഅ്മിനാത്തുകൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അട്ടക്കുളങ്ങര നജീബ് എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ. കൈതോട് നസീർ എന്ന സഹോദരന്റെ മാതാപിതാക്കൾ ഇരുവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുക്കുമാറാകട്ടെ. ആയുരാരോഗ്യവും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ. എന്തെല്ലാം നെയ്യത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിൽ കരുതിയോ അതിനെ ഒക്കെ റഹ്മാനായ റബ്ബ് സഫലമാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. എന്തെല്ലാം അനുബന്ധമായ നിയ്യത്തുകൾ മനസ്സിലുണ്ടോ അതിനൊക്കെ അള്ളാഹു സഫലമാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിശുദ്ധമായ ഈ സ്ഥാപനത്തിലെ ഈ അന്തേവാസികൾക്കും പരിസരവാസികൾക്കും ഒക്കെ നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും ഇതുപോലെയുള്ള മജ്‌ലിസുകൾക്ക് വേണ്ടിയിട്ടെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പരിപാവനമായ പരിശുദ്ധമായ ഭവനം മെഡിറ്റേഷൻ സെന്റർ എന്ന പരിപാവനമായ അള്ളാഹുവിന്റെ ഭവനം ഇൻഷാ അള്ളാഹ് വരുന്ന 9-ാം തീയതി ജൂലൈ 9 വ്യാഴം വൈകുന്നേരം ഉദ്ഘാടനത്തിലേക്ക് എത്തുമ്പോൾ, സോഫ്റ്റ് ഓപ്പണിംഗിലേക്ക് എത്തുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ വിവിധങ്ങളായ രൂപത്തിൽ നൽകിയ ആരെല്ലാം ഉണ്ടവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രധാനമായും അതിനു വേണ്ടിയിട്ട് സഹായം നൽകിയ 3 വ്യക്തിത്വങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ നിർമ്മിതിയൊക്കെ നിലനിൽക്കുവോളം കാലം അതിന്റെ ഉള്ളിലെ ഓരോ സുജൂദിന്റെയും തസ്ബീഹിന്റെയും മിസ്ല സവാബ് പ്രതിഫലം ഇവിടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അല്ലാഹു നൽകുമാറാകട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അവസാനത്തെ നിർമ്മാണത്തിന്റെ അവസാന ഭാഗങ്ങളിലുള്ള മിനുക്കുപണി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ വിവിധ രൂപത്തിൽ സഹായിച്ചവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ ഒരു മുസല്ലയ്ക്ക് 1000 രൂപ വെച്ച് സംഭാവന നൽകിയ ആരെല്ലാം ഉണ്ടവർക്ക് എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ സ്ഥാപനത്തിന്റെ ട്രസ്റ്റിന്റെ മെമ്പർമാർ, ഈ സ്ഥാപനത്തിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പർമാർ, അതുപോലെ ഈ സ്ഥാപനത്തിലെ നല്ലവരായ സ്റ്റാഫുകൾ, അയൽവാസികൾ ഉൾപ്പെടെ ആരെല്ലാം എത്ര പേര് ആ പരിശുദ്ധമായ ഭവനത്തിന്റെ ഒരു മുസല്ലയ്ക്കും സഹായം നൽകിയോ അതിനൊക്കെയുള്ള പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ആ ഓരോ മുസല്ലകളിലെയും സുജൂദിന്റെ പ്രതിഫലം ആഖിറ സമാൻ വരെ അവർക്കും അവരുടെ കുടുംബത്തിനും ജീവിതത്തിനും പരമ്പരകൾക്കും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. എല്ലാ ഖൈറും ബറക്കത്തും അല്ലാഹു അവർക്കും നമുക്കും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. സലാമത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أنزل المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. أرحم الرحيم ദയാലുവായ അല്ലാഹ്, സ്നേഹനിധിയായ റഹ്മാനെ, കാരുണ്യത്തിന്റെ കേദാരമായ അല്ലാഹ്, ഈ പരിപാവനമായ മർഹമത്തിന്റെ മുഹറമിൽ നിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂടിയവരാണ് റബ്ബേ. ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായ നിന്റെ നിഷ്കളങ്കരായ അടിമകളായ സഹോദരങ്ങളോടൊപ്പമാണ് റബ്ബേ. വിവിധങ്ങളായ നിയ്യാത്തുകളുമായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുആ വസിയത്തുമായി വന്നവരുണ്ട് റബ്ബേ. വിശിഷ്യ ഈ മജ്‌ലിസിലേക്ക് വന്നു ചേർന്നവരുണ്ട് അല്ലാഹ്. പടച്ച റബ്ബേ, ഈ ദിവസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ മനസ്സിന്റെ ഒരുപാട് മുറാദുകളുണ്ട് റബ്ബേ. ഈ സ്ഥാപനത്തിന്റെ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് അല്ലാഹ്. നാളിതുവരെ ഞങ്ങൾക്ക് കടമപ്പെട്ടവരുണ്ട് അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹുവേ. ഏതെല്ലാം ഹലാലായ മുറാദുകൾ മനസ്സിലുണ്ടോ അതിന്റെ എല്ലാ സഫലീകരണം നിന്റെ കയ്യിലാണല്ലോ റഹ്മാനെ. പടച്ച റബ്ബേ, ഈ മുഹറമിൽ നിന്റെ അംബിയാ, മുർസലുകൾ, ഔലിയാക്കൾ, മാത്തുക്കൾക്ക്, ഈ ദീനിന്റെ വാഹകർക്കൊക്കെയും നിന്റെ പ്രത്യേകമായ ഗൈബിയായ സഹായം കൊടുത്ത പരിപാവനമായ ദിനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണല്ലോ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ പ്രത്യേക പ്രേരണയോടെ ലോകവിശ്വാസികൾ നോമ്പ് പിടിച്ച ദിവസമാണല്ലോ റബ്ബേ. ഈ ദിവസത്തിന്റെ വ്രതാനുഷ്ഠാനം സ്വീകരിക്കണേ അല്ലാഹ്. ഇഫ്താറിലേക്ക് നീങ്ങുന്ന ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ മഹാരഥന്മാരായ അമ്പിയാക്കളെ സഹായിച്ച ആ സഹായം ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, അനുഗ്രഹീതമായ മുഹറമിന്റെ തസ്ഊഇന്റെ ദിവസത്തിലായി നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ വൃഥാവിലാക്കല്ല അല്ലാഹ്. വെള്ളിയാഴ്ചയുടെ രാവാണല്ലോ റബ്ബേ. ഒരുപാട് നിയ്യാത്തുകൾ മനസ്സിലുള്ളവരാണ് റബ്ബേ. വിശിഷ്യ ഇവിടെ പേര് വായിക്കപ്പെട്ടവരും നിയ്യത്തുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുമായ മുഴുവൻ വ്യക്തിത്വങ്ങളുടെ ഹലാലായ മുറാദുകളെ നിറവേറ്റണേ അല്ലാഹ്. നിന്റെ പരിപാവനമായ പരിശുദ്ധമായ ഭവനം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് റഹ്മാനായ റബ്ബേ നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ അതിന്റെ അവസാനത്തെ ഒരുക്കങ്ങളിലേക്ക് നീങ്ങുകയാണല്ലോ റബ്ബേ. അല്ലാഹുവേ, കബൂലാക്കണേ അല്ലാഹ്. അതിലെ ഓരോ സുജൂദിന്റെ പ്രതിഫലം ഇതിന് സഹായം നൽകിയ ആരെല്ലാം ഉണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഈ സ്ഥാപനത്തിന്റെ ഓരോ നിർമ്മിതികളെ സഹായിച്ചവരുണ്ട് റബ്ബേ. ഇതിന്റെ ഭൂമി വാങ്ങാൻ സഹായിച്ചവരുണ്ട് റബ്ബേ. ഇതിന്റെ ഇന്നേ വരെയുള്ള ദൈനംദിന ചിലവുകളിൽ സഹായിക്കുന്നവരുണ്ട് റബ്ബേ. മാസവരി നൽകുന്നവരുണ്ട് റബ്ബേ. പല രൂപത്തിലൂടെ അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളുമായി എന്നും കൂടെയുള്ളവരുണ്ട് റബ്ബേ. ഈ നാട്ടിലും പ്രവാസ ലോകത്തിന്റെ വിവിധ കോണുകളിലായി കഴിയുന്നവരുണ്ട് റഹ്മാനെ. പടച്ചവനെ, പേരുകൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആവശ്യങ്ങൾ അറിയുമെങ്കിലും ഇല്ലെങ്കിലും റബ്ബേ, അവർ ഓരോ വ്യക്തിത്വങ്ങളും ആത്മാർത്ഥമായി പ്രസ്ഥാനത്തിനോട്, ഇവിടുത്തെ അനാഥകളായ മക്കളോട്
തിരിച്ചറിവില്ലാത്ത ഈ സാധുക്കൾക്ക് വേണ്ടി നൽകിയ നിയ്യത്തുകളെയും സഹായങ്ങളെയും നീ അറിയുമല്ലോ റബ്ബേ. അതൊക്കെ നീ കബൂലാക്കണേ അല്ലാ. വിശിഷ്യ ഇന്ന് വന്നു ചേർന്ന കുടുംബം ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ അവിടെ മനസ്സിൽ എന്തെല്ലാം ഹലാലായ ആഗ്രഹങ്ങളും നിയ്യാത്തുകളുണ്ടോ സഫലമാക്കണം റഹ്മാനെ. രോഗങ്ങളും ഇടങ്ങേറുകളും അസ്വസ്ഥതകളെയും നീ പരിഹരിക്കണം റബ്ബേ. പരിപൂർണമായ ആഫിയത്തും ശിഫയും നൽകണേ അല്ലാ. ശാരീരിക മാനസിക പ്രയാസങ്ങളെ ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണം അല്ലാ. ആന്തരികമായി ബാഹ്യമായി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ വേദനകൾ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ തളർത്തി കളയുന്നവരുണ്ട് റബ്ബേ. അതിന്റെ പേരിൽ മാനസികമായി തളർന്നു പോകുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. നീ രോഗശാന്തി നൽകണം അല്ലാ. നീ ശിഫ നൽകണം അല്ലാ. അഭൗതികമായ നിന്റെ സഹായം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ കാരുണ്യവാനായ റബ്ബേ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ അടിയാറുകളിൽ പെടുത്തണം അല്ലാ. വിശിഷ്യ ഇന്നത്തെ ദിവസം ദുആ വസിയത്തുമായി വന്ന കുടുംബത്തിന്റെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട പിതാവിനുൾപ്പെടെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. സ്വർഗാവകാശികളിൽ പെടുത്തണം നാഥ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാ. നാളെ പാരത്രിക ലോകത്തെ വിജയികളോടൊപ്പം നീ ഉയർത്തെഴുന്നേൽപ്പിക്കണം റബ്ബേ. ഇവരെയും ആ കുടുംബാദിനാഥരെയും ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിന്നിലേക്ക് വന്ന മുഴുവൻ ആളുകളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുനാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ഈ വന്നു ചേർന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും അവരുടെ മനസ്സിൽ എന്തെല്ലാം നിയ്യത്തുകൾ കരുതിയിട്ടുണ്ടോ ഒന്നുപോലും നഷ്ടപ്പെടാതെ കബൂലാക്കണേ അല്ലാ. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.